കെട്ടിട നികുതി പിരിവിലെ അനാസ്ഥയിൽ കൊച്ചി കോർപ്പറേഷന് ഹൈക്കോടതിയുടെ വിമർശനം. നികുതി വരുമാനം എവിടെയോ ചോരുന്നുണ്ടെന്നും കോടതി. ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിമർശനം. നികുതി ഇനത്തിൽ ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടി കൊച്ചി കോർപ്പറേഷന് ലഭിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നികുതി പിരിവിലെ അനാസ്ഥയുണ്ടെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കോർപ്പറേഷൻ വസ്തുനികുതി പിരിവ് ഊർജിതമാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കൊച്ചി കോർപ്പറേഷന് ആകെ നികുതിയായി ലഭിക്കുന്ന തുക 250 കോടി രൂപയാണ്. എന്നാൽ നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ ഉള്ള നഗരത്തിൽ ഇത്രയും നികുതി വരുമാനം ലഭിച്ചാൽ പോരെന്നും എവിടെയോ ചോരുന്നുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പാർക്കിങ്ങിനായി നീക്കിവെക്കേണ്ട സ്ഥലത്തൊക്കെ നിയമം ലംഘിച്ച് മുറികളും മറ്റും പണിത് വാണിജ്യ കെട്ടിടങ്ങളാക്കി മാറ്റുന്നുവെന്നും ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷന് നേരെ വിമർശനമുയർത്തി. വസ്തുനികുതി സംബന്ധിച്ച് എത്ര നോട്ടീസുകൾ അയച്ചെന്നും എത്ര കേസുകൾ ഫയൽ ചെയ്തെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. അതേസമയം വസ്തുനികുതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനയുണ്ടെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും പാർക്കിംഗ് സ്ഥലമില്ലെന്നും വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്യുന്നുവെന്നും കൊച്ചി കോർപ്പറേഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞു. ജനം, കൊച്ചി.